ആശാവർക്കർമാരുടെ 80ഓളം പ്രവർത്തനങ്ങൾക്ക് 100 മുതൽ 5000 രൂപ വരെ ആനുകൂല്യമായും നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഗുജറാത്ത്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആശാവർക്കർമാർ സ്വന്തം പ്രവർത്തനത്തിലൂടെ നേടുന്ന കേന്ദ്ര വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ നിശ്ചിത ശതമാനം ടോപ്പ് തുകയാണ് ആനുകൂല്യം നൽകുന്നത്. ഇതൊക്കെ പോട്ടെ, ഓണറേറിയവുമായി ബന്ധപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്ന വിഹിതമില്ല, കേന്ദ്രത്തിൽ നിന്ന് പണം നൽകാതെ 5 പൈസ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ നമ്മൾ സർക്കാരിന്റെ പ്രയോറിറ്റി കാണുന്നുണ്ട്. മന്ത്രിസഭായോഗത്തിൽ ബാക്കി 5 വർഷമായി കൂട്ടിക്കൊടുക്കാത്തതാണെന്ന് പറഞ്ഞിട്ട് PSC ചെയർമാനും PSC അംഗങ്ങൾക്കും കൂട്ടിക്കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ മാത്രം കയ്യിൽ 5 പൈസ ഇല്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? കൊടുക്കാൻ അപ്പോൾ അപ്പുറത്ത് എങ്ങനെയാണ് പൈസ ഉണ്ടായതെന്ന് ചോദ്യമുണ്ട്. അപ്പോൾ അവർക്കാണോ കൂട്ടിക്കൊടുക്കേണ്ടത്, അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് എന്ന പ്രയോറിറ്റിയാണ് സർക്കാർ നിശ്ചയിക്കുന്നത്. ഇനി ഇതിലെ പ്രതികാര നടപടി നോക്കൂ. ഇപ്പോൾ ഈ കുടിശ്ശിക കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, ഓണറേറിയം. ആ സമരത്തിൽ തുടങ്ങിയ സമയത്ത് ഓണറേറിയം കുടിശ്ശിക കൊടുത്തു. ആ കുടിശ്ശിക കൊടുക്കുന്നത് സമരത്തിൽ പങ്കെടുത്തവരെ ഒഴിവാക്കിയിട്ടാണ്. സമരത്തിൽ പങ്കെടുത്തവർക്ക് ഇതുവരെ ആ കുടിശ്ശിക കിട്ടിയിട്ടില്ല. അവർ പറയുന്നുണ്ട്, ആ കുടിശ്ശിക ഞങ്ങൾക്ക് തരുന്നില്ല. സമരം ചെയ്യുന്നവർ ഫെബ്രുവരി അതെ, സമരം ചെയ്യുന്നവരെ ഒഴിവാക്കിക്കൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി പ്രതികാര നടപടിയാണ്.